അപ്പൊ ഗുഡ് ഈവനിങ് ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോ എന്റെ അമ്മയമ്മ ഇവിടെ കിടക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയും കൊണ്ടൊന്ന് പുറത്ത് വന്നു. പുതിയ നൈറ്റി ഒക്കെ ഇട്ട് കിടക്കുക. ഇത് കളറെല്ലാം പോയുടെ ഓണത്തിന് വാങ്ങിച്ചതാ. 115 രൂപയ്ക്ക് വാങ്ങിച്ചില്ലേ? അതാണ് കളറ്. 2 എണ്ണത്തിന്റെ കളർ. അമ്മ ഉണ്ടല്ലോ ഓൺലൈനില് മാക്സി വിലക്ക് 100 എത്രയായിരുന്നു? 115 രൂപയ്ക്ക് ഓഫർ വരുമ്പോ അമ്മ വാങ്ങും. ഇല്ല മോനെ, എനിക്ക് എന്റെ ലോക്കം പക്ഷെ 2 എണ്ണത്തിന്റെ കളർ പോയോ? ഒന്ന് എഴുന്നേക്ക് ഇങ്ങോട്ട് പോയി സാരി കൊടുക്ക. അച്ഛനാ ആ വഴി കയറാൻ പറയാം. ഒരിടത്ത് പോണ അത്യാവശ്യം സർപ്രൈസാ. ഞാൻ ഇനി ശ്രൂനെ പോയി വിളിച്ചോണ്ട് വരട്ടെ. ഞാൻ ശ്രൂനെ പോയി വിളിച്ചോണ്ട് വരാം. ആ തൂക്കുന്ന പോയി സാരി മാറ്. ഞാൻ വീഡിയോ എടുക്കണോ? എനിക്ക് വേണ്ട. ഓ എനിക്കങ്ങ് വയ്യമ്മേ. ഞാൻ ഇവിടെ വന്ന് കഴിച്ചോളാം. ശ്രൂ മോളെ വാ, ഒരുങ്ങ് വാ. സർപ്രൈസ്, ഒരുങ്ങ്. ചൂലിട്ടിട്ട് വാ, സമയമില്ല. വാ തൂത്ത് നീക്കട്ടെ ഒരു മിനിറ്റ്. നോക്ക് നീക്ക്. വാ നമുക്ക് പുറത്ത് പോവാം. അമ്മ ഒരുങ്ങും. അവിടെ സാരി ഉടുത്തു കഴിഞ്ഞു. അപ്പഴെവിടെ പറയുന്നത്? ഇവിടെ ന്യായം അടിക്കുന്നു. അമ്മ അവിടെ സാരി ഉടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ തൂക്കത്തില്ല. ഇന്ന് കറക്റ്റ് ആയിട്ട് തൂക്കാൻ ഇറങ്ങി. എന്താ പണിയൊന്നും എല്ലാം കൂടെ തട്ടി താഴെ ഇട്ട് കാണും. ഈ മോളിൽ കിടക്കുന്ന എല്ലാം കൂടെ അച്ഛൻ തള്ളി താഴെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ബാക്കി പണി അമ്മയും കൂടെ തന്നു. അപ്പൊ പിന്നെ പൂർത്തിയായി. അതെ. ആ പോ. പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ എന്നാ ബാ നടക്ക്. അയ്യോ എന്നെ നല്ല വിശ്വാസമല്ലേ? അയ്യോ വാ 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 വാവേ. തൊട്ടപ്പുറത്തെ കടയില് ചേച്ചി വന്ന് ചോദിച്ച് എത്ര ദൂരം പോവാനാണെങ്കിൽ അതനുസരിച്ച് ഡ്രസ് ചെയ്യാനാണ്. അതെ, തൊട്ടപ്പുറത്തെ കടയിൽ. പണ്ട് അപ്പുറത്തെ കടയിൽ പോകുന്നതിനുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പുറത്തെ കടയിൽ പോകുന്നതിന് ഒരുങ്ങിയേ പോകത്തുള്ളൂ. ഞാനാണെ നിക്കുന്ന വേഷത്തിൽ പോവും. അല്ലയോ അമ്മ? ഞാൻ നിക്കുന്ന വേഷത്തിൽ കയറി പോവും. എന്നിട്ട് ഇപ്പോഴോ അതോ ഇത് ഇട്ടോണ്ട് പോകുന്നു. മാറ്റമുണ്ട്. ഞാൻ പണ്ടേ നൈറ്റി ഒക്കെ ഇട്ടേക്കുന്നേ വീട്ടിലിടുന്നത് അത് തന്നെ ഇട്ടോണ്ട് കേറി പോകുമ്പോ അമ്മ പറയും, എടി അതൊന്നും മാറിയിട്ട് പോടി. അമ്മ പറയും, എടി അതൊന്നും മാറിയിട്ട് കേറി പോടി. ഞാൻ പറഞ്ഞില്ല. അയ്യോ അതിന്റെ ലൈനിങ് കേട്ടോ. 3 മാസം നീലയുടെ നല്ലൊരു ബ്ലൗസ് പീസ്. ഓക്കെ. അമ്മയ്ക്ക് സാരിയുടെ അടിവശം മാത്രം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് സാരി കൊടുത്തു കഴിയും. പിന്നെ അതാ കണ്ണൊക്കെ എഴുതി അമ്മ റെഡിയായി. എന്താ ഫോണിൽ അമ്മൂമ്മയുടെ ഫോൺ എടുത്ത് ഗെയിം കളിക്കുന്ന ടീച്ചറെ ഇതെല്ലാരും കാണുന്നുണ്ടോ? ഈ അമ്മൂമ്മയാണ് ഇതെല്ലാം കൊടുത്തത്. എന്ത് മാറ്റും? അമ്മൂമ്മയാണ് ഇത് കൊടുത്തത്. ഓടരുത്. അമ്മൂമ്മയാണ് ഫോൺ കൊടുത്തത്. അച്ഛൻ വരാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ കാറിലാണ് പോകുന്നത്. കാരണം മഴ സമയമൊക്കെ ആയതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇനി 2 വീലറിലൊക്കെ ആണെങ്കിൽ മഴയത്ത് പിന്നെ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ കുത്തി നിറഞ്ഞ് ഈ വാഗണറിൽ തന്നെയാണ് പോകുന്നത്. ഇറങ്ങാൻ നേരത്ത് അമ്മുമ്മ അപ്പുക്കുട്ടനൊരു കോലുമുട്ടായി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ കാണാതെ ഞാൻ പെട്ടെന്ന് അത് ബാഗിൽ ഇടുന്നത് അവൻ കണ്ടു. അപ്പോൾ അത് വേണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധം പിടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കൊടുത്തില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് ഇനി അവിടെ ചെല്ലുമ്പില്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് കൊടുത്തില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നേന്നുള്ള കാര്യം. നമ്മൾ മുകളിലത്തെ നിലയിലോട്ടാട്ടോ വന്നത്. അവിടെ ഇതുപോലെ കളിക്കാനുള്ള സ്പേസ് ഉണ്ടായതുകൊണ്ട് അപ്പുക്കുട്ടൻ ഇവിടെ നിൽക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവിടെ എന്തോ ബർത്ത്ഡേ പാർട്ടിക്ക് ബുക്ക് ചെയ്തേക്കുക. അതുകൊണ്ട് താഴോട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ താഴെ കൈ കഴുകാൻ വേണ്ടി വന്നു കേട്ടോ. വെള്ളം നല്ല രസം. അവിടെ ബർത്ത്ഡേ പാർട്ടി നടക്കുവാന്ന്. അപ്പൂന് എന്താ വേണ്ടേ? ഇപ്പൊ നീ അൽഫാം എന്ന് പറഞ്ഞതോ?
ഇവിടെ അത് കിട്ടത്തില്ല. നാളെ ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തു കഴിഞ്ഞ് വരാൻ താമസിക്കുന്ന സമയത്ത് അപ്പുക്കുട്ടൻ അവിടെ പാട്ട് ഇട്ടേക്കുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൽ കിടന്ന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. പെട്ടെന്നൊന്ന് ഫുഡ് വന്നാൽ മതി എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ, കാരണം ഇവൻ്റെ ബഹളം ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ചൂടപ്പവും പൊറോട്ടയും അൽഫാമും എല്ലാം എന്തൊക്കെയോ ആണ് വന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ പിന്നെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് അൽഫാം വിട്ടൊരു കളിയില്ല കേട്ടോ. ഞാൻ അൽഫാമാണ് ഓർഡർ ചെയ്തത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അത് വിട്ടിരുന്ന് കഴിച്ചു. ചേച്ചിയൊക്കെ പൊറോട്ട അൽഫാം ഇങ്ങനെ മിക്സ് ആയിട്ടാണ് കഴിച്ചത്. ഞാൻ അൽഫാമും അപ്പവുമാണ് കേട്ടോ കഴിച്ചത്. ലെമൺ കൊണ്ടുവന്ന് കല്യാണി ഇത് പ്രത്യേകം പറയണം. അച്ഛൻ ചായ അല്ലേ കുടിച്ചു? ഇതാ അച്ഛനുള്ള പ്രാങ്ക്. അച്ഛൻ ബില്ലടച്ചോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അച്ഛനെ ഇരുത്തിയിട്ട് പോകും കേട്ടോ. ഞങ്ങളിവിടെ അച്ഛനെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോരാന്ന് പറഞ്ഞു. അച്ഛനോട് പോയി കൈ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പൂനാണെങ്കിൽ അപ്പൂൻ്റെ തലമുടി ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കണം. അതിന് പറയും അമ്മൂമ്മ എൻ്റെ തലയിൽ പേൻ നോക്കാൻ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അവനൊരു സുഖം. രാത്രി ഉറങ്ങാൻ നേരത്തും ഇങ്ങനെ കേട്ടോ, അമ്മ എൻ്റെ തലയൊന്നും തടവി തരുമോ, എനിക്കൊന്ന് ഉറങ്ങാനാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടും തടവി തരും. അപ്പോൾ അച്ഛനും ഒക്കെ ടി വിയും ഞങ്ങളെല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ ചെയ്യാണ്. കുറേ നേരം അവിടെ ഇരുന്നിട്ട് അപ്പൊ നമ്മള് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, നല്ല മിന്നലുണ്ട് കേട്ടോ, മിന്നലും ഇടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ജിമ്മിക്കുട്ടൻ ആ ഗേറ്റിന്റെ അടുത്ത് തന്നെ വന്ന് നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.